ഹലോ സെലക്സ് മുടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കിടിലൻ വെബ്സൈറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ പേര് ബ്ലോക്ക് സർവേ എന്നാണ്. അപ്പോൾ സർവേസൊക്കെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്. അല്ലെങ്കിൽ ഈ ഓൺലൈൻ സർവേ ഒക്കെ ചെയ്യുന്നവർ ഒത്തിരി പേര് കാണും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ജോബൊക്കെ സെർച്ച് ചെയ്താൽ മിക്കവാറും എല്ലാം സർവേ സൈറ്റുകളൊക്കെ ആയിരിക്കും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അങ്ങനെ സർവേസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു സൈറ്റാണ് ബ്ലോക്ക് സർവേ .io എന്ന് പറയുന്നത്. നമുക്ക് സർവേസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സൈറ്റാണ്. നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടം പോലെ സർവേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ് ഇസ് ഫ്രീ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് അല്ലെങ്കിൽ ഇമെയിൽ വെച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് സൈനപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും മൈ ടെംപ്ലേറ്റ്സ്, മൈ റെസ്പോൺസ്, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സർവേ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച്. ഇവിടെ നിങ്ങൾക്ക് എന്ത് സർവേ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യവും ഉത്തരവും എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കണേ ആ ചോദ്യം ഇവിടെ തന്നെ ചോദിക്കാം. അതല്ല നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ടോപ്പിക്ക് ടൈറ്റിൽ കൊടുക്കേണ്ടത് ഇപ്പം പ്രൊഡക്റ്റ് റിവ്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡിങ് ആവും. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനും 2 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻ വിത്ത് AI. അപ്പോൾ ഇതാണ് മൈ പ്രൊഡക്റ്റ് റിവ്യൂ ആണെങ്കിൽ ജനറേറ്റ് ക്വസ്റ്റ്യൻ എന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം വാട്ട് ഈസ് യുവർ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ പ്രൊഡക്റ്റ്, നമുക്കിത് വേണേൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഈ ചോദ്യം അവിടെ വരും. വാട്ട് ഈസ് യുവർ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ പ്രൊഡക്റ്റ് എന്ന്. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ കൊടുക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അല്ല ഇതിപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ. ഇനി അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് അതും നമുക്ക് വേണേൽ AI ജനറേറ്റ് ചെയ്ത് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൈസ്. അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇതും കൊടുക്കാം. അപ്പോൾ അതെ നിങ്ങൾക്ക് 4 ഓപ്ഷനും അവർ തന്നെ തന്നു. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ അതും ചോദിക്കാം. ഇനിയും വേറെ ചോദ്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. വെൽക്കം സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻട്രലോ ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ വേണമെങ്കിലും അലൈൻ ചെയ്യാം. ലെഫ്റ്റ്, സെൻട്രൽ, ഇപ്പോൾ ഞാൻ സെൻട്രലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈമർ വേണേൽ കാണിക്കാം. എത്ര മിനിറ്റ് ടൈം ലിമിറ്റ് ഇവിടെ കാണിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ ടൈം ടു കംപ്ലീറ്റ്, എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ 20 എന്ന് വേണേൽ കൊടുക്കാം. ഇവിടെ 20 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്ക് ആണെന്ന് ഇവിടെ ഇങ്ങനെ കാണാം. നമ്മൾ മിക്കവാറും എല്ലാ സർവേ സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ആയിരിക്കും. പ്രിവ്യൂ ആയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരിക്കും പല കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സാറ്റിസ്ഫൈഡ് ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ, സാറ്റിസ്ഫൈഡ് ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഇതിൻ്റെ പ്രിവ്യൂ വരുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുക ഇവിടെ. അപ്പം സെലക്ട് യു, ഇതാണ് URL. ഈ URL നിങ്ങൾക്ക് എവിടെയാണോ എന്താവശ്യത്തിനാണോ ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ചേഞ്ചിനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അഭിപ്രായം ചോദിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ആയിരിക്കും ലാപ്ടോപ്പിലൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും PC-യിലും ഒക്കെ. ഇവിടെ നമ്മൾ ഒരു 3 സ്റ്റാർ കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, സാറ്റിസ്ഫൈഡ് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, ഇതായിരിക്കും. അപ്പോൾ നമുക്കിത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിടിലൻ സൈറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ എല്ലാം പക്ക സേഫാണ്. ഇത് ഞാനിപ്പോൾ കാണിച്ചു തന്ന AI വെച്ച് തന്നെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ AI വെച്ച് തന്നെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രിവ്യൂസ്. അപ്പോൾ ഇങ്ങനത്തെ ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ടെംപ്ലേറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി കാണിച്ചു തന്നത്. അതെ, ഡു ഹാവ് എ ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സൈഡ് ലാബ്,
ഇങ്ങനെ നിങ്ങൾക്ക് ടെംപ്ലേറ്റുകൾ മാറ്റാം, പുതിയ പുതിയ ടെംപ്ലേറ്റുകൾ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ സർവേ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചോദിക്കാൻ ചെല്ലുന്നവർക്ക്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിവ്യൂവിന് ഓരോ സാധനങ്ങളുടെ റിവ്യൂ ഒക്കെ ചോദിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന രീതിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ റെസ്പോൺസ് തരുന്നവർക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും, നിങ്ങൾക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.